tomorrow is my birthday. അപ്പം നാളെ നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അവരെല്ലാവരും കൂടി നാത്തൂനും നമ്മുടെ ലിയോണും എല്ലാവരും കൂടി കഫേയിലിട്ട് വന്നിരിക്കുകയാണ്. കഫേ ഒന്ന് കാണിച്ചു കൊടുക്കാൻ സോ അപ്പം നമ്മൾ നേരത്തെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പോവാൻ സൗണ്ട് ഇവിടെയൊക്കെ വണ്ടിയുടെ കൊച്ചായിട്ട് കേൾക്കാൻ പറ്റുന്നത്. ബട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പം നാളെ നമ്മൾ കെസിയുടെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കും. സോ ക്യാമറ ഇവിടെയാണ്, ഞാൻ അങ്ങോട്ട് നോക്കിയത്. സോ അപ്പോൾ ഗൈസ് നമ്മൾ നാളെ കെസിയുടെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കാൻ പോവാം. പോവാം കൂട്ടിയല്ലോ ഓക്കെ. അങ്ങനെ അമ്മാമ്മയുടെ ബർത്ത്ഡേ ആണ് നാളെ. ഞങ്ങൾ നാളെ ഷോപ്പിങ്ങിന് കെസിയ അങ്ങനെ കെസിയുടെ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സുകളൊക്കെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മളിവിടെ ഉള്ളത് സ്റ്റൈൽ യൂണിയനിലാണ്. ആക്ച്വലി ദീസ് ആർ വുമൻ വെയർ വിച്ച് ഇസ് ക്വൈറ്റ് ഗുഡ്. സെലക്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഐ ലൈക്ക് ദിസ്. കെസി അങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് ഇവിടെ ലിപ്സ്റ്റിക്കും പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ആക്ച്വലി കെസിക്ക് ബർത്ത്ഡേക്ക് കൊടുക്കുമ്പോൾ പാവ ലിച്ചുവിന് ഒന്നും എടുക്കാതിരിക്കുന്ന മോശമില്ല. അതുകൊണ്ട് ഞാനൊരു ഡ്രസ് സ്പോൺസർ ചെയ്യാൻ പോവാണ്. 1 ടീഷർട്ട് പെട്ടെന്ന് എടുക്കുകയെല്ലാം. വണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഗൈസ് ഒരു ചാക്ക് വാരി എടുത്തിട്ടുണ്ട് കെസി. ഓ മൈ ഗോഡ്, ഒരു ചാക്ക് സാധനങ്ങൾ വാരി എടുത്തിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഒരു ബർത്ത്ഡേ ഇത്രയും സെലിബ്രേഷൻ ആക്കുന്ന ആളിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇൻ മൈ ലൈഫ്. ഫസ്റ്റ് ടൈം. ആൻഡ് ദാറ്റ്സ് മൈ ഡോട്ടർ. 1 മാസം മുന്നേ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക ബർത്ത്ഡേക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. സോ അതൊരു നാളെ കാണാം. പക്ഷെ പാൻറ് ടോപ്പ് ഓക്കെ, പക്ഷെ പാൻറ് ഒരു മാതിരി. ഇത് കൊള്ളാടെ, ഇത് കൊള്ളാം. ലിച്ചു മാറുന്നില്ല കുഞ്ഞി. അടിപൊളി അടിപൊളി. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. നൈസ്. കൊള്ളാം. കൊള്ളാടെ. ഇതെടുത്തോ. എന്നാൽ അടുത്ത ട്രൈ. ഗായ്സ്, അപ്പം നമ്മൾ കെസിയുടെ ബർത്ത്ഡേയുടെ ഷോപ്പിംഗ് കഴിഞ്ഞതേ വീട്ടിൽ വന്നു. ട്രൈ കെസി ഹാപ്പി ആയ ഷോപ്പിംഗ്. അപ്പം നമ്മൾ ഇന്നെടുത്ത ഡ്രസ്സൊക്കെ കെസിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അവളുടെ വൈബിനുള്ള കുറേ ഡ്രസ്സൊക്കെ കിട്ടിയായിരുന്നു. സോ ഇനി ബാക്കി വിശേഷം നമുക്ക് നാളെയാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഇത് നമ്മുടെ കെസിയുടെ ബർത്ത്ഡേ ആയി. അപ്പം പള്ളിയിൽ പോകാൻ റെഡിയായി. ഇതാണ് കെസിയുടെ ബർത്ത്ഡേ ഡ്രസ്. ഇനിയുണ്ട് ഒരെണ്ണയിലിടാൻ പറ്റിയൊരു സമയം ഒന്നേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മളെ കയറ്റി ഒരു 3-4 എണ്ണം അങ്ങ് എടുത്തു. അപ്പം അവളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എല്ലാ വർഷവും അവൾക്ക് എടുത്തു കൊടുക്കുന്നത് അവളുടെ മാമനാണ്, അതായത് എൻ്റെ ബ്രദറാണ്. പിന്നെ ഞങ്ങളുടെ വക കുറച്ച് കേക്ക്, പിന്നെ അവളുടെ ചെരുപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എൻ്റെയും അച്ഛൻ്റെയും വക. അങ്ങനെ ഓരോരുത്തർ പിന്നെ ചേച്ചി ഏതാ വാങ്ങിച്ചത്, അതായത് എൻ്റെ നാക്ക് വാങ്ങി കൊടുത്തത് മേക്കപ്പ് ബോക്സ്, പിന്നെ ലിപ്സ്റ്റിക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇന്നൊരു ലക്കി ഡേ ആണ് കെസിക്ക്. എല്ലാ ബർത്ത്ഡേ അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ കെസി? അപ്പം ഗൈസ്, ഞാൻ ഉറക്കം തന്നിട്ടുള്ള മുടി ഞാൻ ചീക്കൊണ്ടിരിക്കുക, അതാണ് ഈ ഒരു ഉണ്ട തലയിൽ. അപ്പം നമ്മളിപ്പം പള്ളിയിൽ പോവാണ്. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ലഞ്ച്, പിന്നെ എന്തെങ്കിലും ഒക്കെ ഒരു സ്പെഷ്യൽ നിന്നുണ്ടാക്കും. സോ അതാണ് നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ മറ്റേ ഡ്രസ്സ് മാറ്റി കെസിയ വേറെ ഡ്രസ്സ് ഇട്ടേക്കാണ്. ആദ്യം മുതൽ ബർത്ത്ഡേ വ്ലോഗ് എടുക്കുന്നുണ്ട്. അപ്പം ആനി വന്നിട്ടുണ്ട് കെസിയുടെ ബർത്ത്ഡേക്ക്. കെസിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ പള്ളിയിൽ പോകാൻ പോണ്. ബാപ്പു ഞാനാണോ കയറുന്നത്, ഇയാളാണോ? ബർത്ത്ഡേകളായതുകൊണ്ട് ഫ്രണ്ട്സ് മീറ്റ്. അപ്പം പള്ളിയിൽ പോയിട്ട് വരാം ഗൈസ്. പകുതി ഉറക്കത്തില്ല ഞാൻ ഇരിക്കുന്ന ഗൈസ്. അപ്പം നമ്മളുടെ കഫേ വ്ലോഗ് വരുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട്
ഒരുപാട് നേരം നോക്കി. അപ്പം ഇപ്പോഴും ബിസി ആയിരിക്കും അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സമയം കിട്ടാതിരുന്നത്. സോ എന്തായാലും കഫേ വ്ളോഗ് ഉടനെ ഞാൻ ചെയ്യും. കാരണം നമ്മൾ ഷോർട്സും ആ ബിഗിനിങ് ടൈമിൽ വ്ളോഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. സോ നമുക്ക് ചെയ്യാം. ഞാൻ എപ്പം ക്യാമറ എടുത്തുകൊണ്ട് വന്നാലും ഷോപ്പിൽ ആരെങ്കിലും ഒക്കെ വരും. അപ്പം അവരുടെ മുന്നിൽ വെച്ച് വ്ളോഗ് ചെയ്യുന്നത് അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കത്തില്ലല്ലോ ഗസ്റ്റിന്. സോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എന്തായാലും നമുക്ക് ചെയ്യാം. ഇന്ന് നമുക്ക് കിസയുടെ ബർത്ത്ഡേ വ്ളോഗ് കാണാം. കെസിയ 15 വയസ്സായിരിക്കണം. 15 ഇയേഴ്സ് കർത്താവേ. ഇനി എത്ര വർഷം കഴിയുമ്പോൾ കെസിയനെ കെട്ടിച്ചുള്ളൂ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അതിൻ്റെ ചിരിയൊന്നും വേണ്ട. ഐ വാസ് ജസ്റ്റ് കിഡിങ്. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ ഈ രവിപുരം പള്ളി. ഗൈസ്, അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രം ആയതുകൊണ്ട്, ഞാനും ആനിയൊക്കെ ട്രിവാൻഡ്രം ആയതുകൊണ്ട് ഞങ്ങൾ വല്ലപ്പോഴുമാണ് ഇങ്ങോട്ട് വരുന്നത്. വല്ലപ്പോഴുമാണ് നമ്മൾ ഈ ഇരവിപുരം പള്ളി, അതായത് ഞങ്ങളുടെ ഇടവേഗയിലോട്ട് വരുന്നത്. അപ്പം ഒരുപാട് പേരെ കാണും നമ്മൾ, ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കുറച്ച് പേരെ കണ്ടു. ഇതേ കുറേ പേര് അവിടെയൊക്കെ നിപ്പുണ്ട്. ഈ വഴി ഇറങ്ങിയേ തീർന്നു, നമ്മൾ വണ്ടി ഒതുക്കുന്നു. അപ്പം നമ്മുടെ ഇവിടെ കുരിശടി നമുക്കിവിടെ ഒരു ചെറിയ കുരിശടി ഉദ്ഘാടനമാണ്. അപ്പം അതിൻ്റെ പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് വണ്ടി അങ്ങോട്ട് പോകില്ല. ഇന്നിപ്പം പുതിയ ഇതൊക്കെ നടക്കുവാണ്. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുണ്ട്. അപ്പം നമ്മൾ വണ്ടി പോകൂടെ. ഇനി നമ്മൾ കുറച്ച് പായസത്തിൻ്റെ സാധനമൊക്കെ മേടിച്ച്. കെസിയുടെ ഫേവറേറ്റ് അടപ്രഥമനാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പായസം. പിന്നെ ഉച്ചയ്ക്ക് ബീഫും ക്യാബേജ് തോരൻ, പിന്നെ പുളിശ്ശേരി, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. അപ്പം ഇത് മറ്റേ പുള്ളിയല്ലേ, ബിഷപ്പ്. നമ്മുടെ കൊല്ലം ബിഷപ്പാണ് ഉദ്ഘാടനം ചെയ്തത്. കൊല്ലം ബിഷപ്പ് ഇല്ല, പോള് ഇതോണ്ടേ പോൾ മുല്ലശ്ശേരി. ബിഷപ്പിനെ ഒന്നും ആർക്കും കാണണ്ടേ. പുള്ളിക്ക് നടക്കാനൊന്നും വയ്യ, അയാൾ എന്നെ ചാടിച്ചിട്ടുണ്ട്. ഈ കുരിശടിയാണ്, മാതാവിൻ്റെ ഒരു കുരിശടിയാണ് അവര്. ഇവിടെ നമുക്കിപ്പോ ഇന്നത്തെ ഇനാഗുറേഷനാണ്. ഇവിടെ ഒതുക്കിയാൽ മതി. പെട്ടെന്ന് പായസത്തിനുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് പോവാം. അത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് വെജീസോ സംതിങ് അല്ലേ മേടിച്ചിട്ട് ഓടാം. കെസിക്ക് മിഠായി എടുക്കണോ? പണ്ട് നമ്മൾ ഓരോ മിഠായി മേടിച്ചിട്ടല്ലേ ഡയാനി? ഞങ്ങൾ എല്ലാവർക്കും ഓരോന്ന് ഇറങ്ങിക്കോ. കൈസ് നമുക്ക് പായസത്തിന്റെ സാധനമൊക്കെ മേടിച്ചിട്ട് പോവാം. നമ്മള് പായസത്തിന്റെ സാധനമൊക്കെ വാങ്ങി വീട്ടിൽ പോകുന്നു ഗൈസ്. ഇനി നമുക്ക് കിച്ചൺ പരിപാടികളൊക്കെയാണ് ചെയ്യാനുള്ളത്. എന്തോ ഒരു ഞാൻ വിചാരിച്ച ഇന്നത്തെ ദിവസം നല്ല റെസ്റ്റ് എടുക്കണം. പക്ഷേ കെസിയുടെ ബർത്ത്ഡേ ആണ്, നമുക്ക് റെസ്റ്റ് ഉള്ള ഗൈസ്. ഞാൻ വിചാരിച്ചു ഇന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതല്ല. ഡോറ് പറയടേ. അപ്പം കെസിയുടെ ബർത്ത്ഡേയുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം കടലൊക്കെ. അപ്പം ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അല്ല ഇതൊപ്പം ദോശ പോലെ ചെയ്യുന്ന അപ്പം ഗൈസ്. അപ്പം ഞങ്ങളത് കെസിയുടെയും കെസിയുടെ ബർത്ത്ഡേയുടെ പായസം അടപ്രഥമൻ ഞാനിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കുറച്ച് കട്ടിപ്പരിപാടിയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു ഷോട്ട് ഒന്നുകൂടെ എടുത്ത് കട്ടിയുണ്ടല്ലോ. നമ്മളങ്ങനെ കെസിയുടെ ബർത്ത്ഡേയുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേ അടപ്രഥമൻ അങ്ങനെ കിടന്ന് വേകുന്നു, അട വേകുന്നു. അപ്പം ഇനി ഇത് കുറച്ച് പരിപാടിയാണത്. ചൗരി കുതിർത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട്. സോ തേങ്ങ തിരികാനുള്ള ജോലി എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെന്തോ ശർക്കര പാനിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കെസിയുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോവാ. കെസിയുടെ ചീസ് ഓറിയോ ചീസ് കേക്ക് മെയ്ഡ് ബൈ മീ. ഇഷ്ടപ്പെട്ടോ കെസിയ? നമ്മളിവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കെസിക്ക് ഹാപ്പി ബർത്ത്ഡേ പാട്ട്. പിന്നെ അതേ ജില്ലു ദോ ഇരിക്കുന്നു. പിന്നെ എല്ലാവരും കെസിയ മേക്ക് എ വിഷ്. കെസിയ മേക്ക്. Happy birthday to you.
ചീസ് കേക്ക് ചീസ് കേക്ക് കട്ടായി 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 ഇത് ആരുടെ അത് അടിയിൽ മറ്റുള്ള സാധനം കട്ടായി നീ അങ്ങനെ എടുത്താൽ മതി മുകളിൽ നിന്ന് എടുക്ക്. സ്പൂൺ എടുക്കണം അങ്ങനെ എടുക്കും കണ്ട ഇത് വട്ടായി ഭയങ്കര ഫ്രീസായി പോയി. ഇത് ഭയങ്കര ഫ്രീസായി പോയി. കേക്ക് ഭയങ്കര ഫ്രീസായി പോയി. ഒന്നുകൂടെ എടുക്കണി എന്ത് വേണം ഗിഫ്റ്റ് ആയിട്ട് മതിയാ അതൊക്കെ മതിയാ അത് കട്ടായി പോയി. ഫ്രീസായി ചീസ് കേക്ക് അല്ലേ ഫ്രീസ് ചെയ്ത് വെച്ചേ ഫ്രീസായി വെച്ചു. നോക്കിയിരിക്കുന്നു നോക്കി. വീഡിയോയില് വന്നിട്ടാണ് കുത്തി ഇളക്കുന്ന കെസിയ. ചീസ് കേക്ക് ഫ്രീസായി പോയതിനോട് കെസിയ ഊളി വെച്ചടിക്കുന്ന നിനക്ക്. മതി ഓ ചില്ലുവിന്. അങ്ങനെ എല്ലാരും പോവാൻ പോകുന്നു കെസിയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട്. അടുത്ത വർഷം പക്ഷെ കെസിയ ഇതിനെക്കാട്ടിലും വലിയൊരു സെലിബ്രേഷൻ ആണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ 13ാമത്തെ ബർത്ത്ഡേ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഇനി 18ാമത്തെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിക്കുള്ളൂ. 18ാമത്തെ ബർത്ത്ഡേ കെസി വിചാരിച്ചില്ല ബലൂൺസും മറ്റേ ഇതൊക്കെ നമ്മള്. ഇല്ല ആക്ച്വലി അവക്ക് എല്ലാരും വേണം, അതാണ് അല്ലേ എഴുതിക്കുന്നത്. Guys, this is it for today. Thank you so much for watching. അപ്പം അവിടെ ഇവിടെയൊക്കെയുള്ള ക്ലിപ്പുകൾ നമ്മൾ ഷൂട്ട് ചെയ്തല്ലോ. സോ ടാറ്റാ, see you tomorrow. Bye. Bye. കെട്ടിട് ബാ പോവാം. അപ്പം ഞാനും ആനും കൂടി ട്രിവാൻഡ്രം പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ പിക്ക് ചെയ്ത് നമ്മളിങ്ങോട്ട് കൊല്ലത്തോട്ട് ഷിഫ്റ്റ് ആവുന്നതുകൊണ്ട് എല്ലാം പിക്ക് ചെയ്യാനും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്